ഇറാൻ യുദ്ധം വൻ പരാജയമാണെന്ന് പെന്റഗൺ വിലയിരുത്തൽ. ഇറാനിൽ അമേരിക്ക നടത്തിയ യുദ്ധം വൻ പരാജയമാണെന്നും ആണവ ഭീഷണിയുണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയ യുദ്ധം ഹോർമുസ് തുറക്കാൻ വേണ്ടി യുദ്ധം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോയെന്നും പെന്റഗൺ വിലയിരുത്തി. ഇസ്രായേലിനു വേണ്ടി വെറുതെ യുദ്ധത്തിന് ഇറങ്ങിയ ട്രംപിന് തലയുരാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നും സാമ്പത്തികമായി വളരെ പിന്നോട്ടു പോയെന്നും ജനങ്ങൾക്കിടയിൽ ട്രംപിന് ജനപ്രീതി ഇടിഞ്ഞെന്നും പെന്റഗൺ പറഞ്ഞു. തുറന്നു കിടന്നിരുന്ന ഹോർമുസ് ഇറാൻ അടച്ചതോടുകൂടി ലോകം വൻ സാമ്പത്തിക മാന്ദ്യം നേരിടുന്നതായും വിലയിരുത്തുന്നു. സുപ്രീം ലീഡർ അടക്കം മുതിർന്ന നേതാക്കളെയെല്ലാം കൊന്നുതള്ളിയിട്ടും ഇറാനെ ഒരു പോറൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നും ലോകത്തിന് മുന്നിൽ നാണം കെട്ടെന്നും വിലയിരുത്തി. ഇറാനുമായി ഇനി ഒരു യുദ്ധം ചെയ്യാനുള്ള ശേഷി അമേരിക്കയ്ക്കില്ലെന്നും നഷ്ടങ്ങളുടെ കണക്ക് വലുതാണെന്നുമാണ് പൊതുവെ വിലയിരുത്തുന്നത്. ഇതിനിടെ ഇറാന്റെ പ്രതികരണം അമേരിക്കയെ കൂടുതൽ ഭീതിയിലാഴ്ത്തുന്നു. ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ തിരിച്ചടി ശക്തമാകുമെന്നും അതിർത്തി കടന്ന് ആക്രമണം നേരിടാൻ തയ്യാറായിക്കൊള്ളാനും അത് നിങ്ങൾ വിചാരിച്ചതിലും അപ്പുറമാവുമെന്നുമുള്ള ഭീഷണിയും അമേരിക്കയെ വല്ലാതെ ഉറക്കം കെടുത്തുന്നു. അതിനിടെ മുജബ് ഖോമേനിയുടെ ഇസ്രായേൽ എന്ന രാജ്യം ഇനി ഉണ്ടാകില്ലെന്ന പ്രസ്താവനയും അമേരിക്കയെ കൂടുതൽ ഭയപ്പെടുത്തുന്നു. ഇതിനിടയിലും അമേരിക്ക ജയിച്ചുവെന്നു ട്രംപ് പറയുന്നുണ്ടെങ്കിലും ഇനി ഒരു യുദ്ധം ചെയ്യാനുള്ള ശേഷി അമേരിക്കയ്ക്കില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.